അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കാണുന്ന കാഴ്ച കുന്താപ്പുറ സുൽത്താൻ യൂസുഫ് വലിയുള്ള, നമുക്കൊക്കെ അറിയാം, വലിയ കറാമത്തിൻ്റെ ഉടമയായ ബഹുമാനപ്പെട്ട സുൽത്താൻ യൂസുഫ് വലിയുള്ള. മഹാനായ കവരത്തി കാസിം വലിയുള്ള അദ്ദേഹത്തിൻ്റെ സുപുത്രനായ ഒരുപാട് കറാമത്തുകൾ, ഔലിയാക്കളുടെ കറാമത്തുകൾ പറയുമ്പോൾ പലരും അതൊരു നിസ്സാരമായി കാണുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഒരു ഹദീസിൽ മുത്തായ റസൂൽ പറയുന്നു, മൻ ആദാലി വലിയൻ ഫഖദ് ആസൻതുഹു ബിൽ ഹർബ്. കറാമത്ത് നിഷേധിക്കുന്ന ആളുകൾ മഹാനായ കുന്താപ്പുറയിൽ പോയി അവിടെ സിയാറത്ത് ചെയ്ത് കാര്യങ്ങൾ നേടി അത്ഭുതപ്പെട്ടവർ പെട്ടെന്ന് അത് അംഗീകരിക്കും. കാരണം അനുഭവം, നമുക്ക് അനുഭവമില്ലാതെ ഒരിക്കലും നാം ഒന്നിനെയും ആരോപിക്കാൻ പാടില്ല. കറാമത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഹദീസുകൾ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നാം അറിഞ്ഞിരിക്കേണ്ടത്, ഇത്തരത്തിലുള്ള കറാമത്തുകളൊക്കെ മുൻകാലത്തുണ്ടായിരുന്നോ അല്ല നടന്നിരുന്നോ എന്നതിനെക്കുറിച്ച് നാം ആലോചിക്കേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്ത് കീഴടക്കിയ ബഹുമാനപ്പെട്ട അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അവിടുത്തെ ഗവർണറായി നിയമിച്ചത്. ഭരണം ഇങ്ങനെ നടന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ അവിടുത്തെ ജനങ്ങൾ ബഹുമാനപ്പെട്ട അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവോട് ഇപ്രകാരം പറഞ്ഞു. നൈൽ നദിക്കൊരു പതിവുണ്ട്, ഓരോ വർഷവും ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഒരുക്കി നൈൽ നദിയിൽ ഇട്ടാൽ മാത്രമേ ഒഴുകുകയുള്ള നൈൽ നദി, അല്ലെങ്കിൽ അത് നിന്ന് പിന്നെ നമ്മുടെ നാടൊക്കെ നാശത്തിലാകും. അത് ഇവിടുത്തെ ഒരു പതിവായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ ഈ വിവരം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, പരിശുദ്ധമായ ഇസ്ലാമിൽ അത് അനുവദിച്ചതല്ല, അത് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പതിവ് പോലെ വെള്ളം നിൽക്കാൻ തുടങ്ങി. ഒഴുക്ക് നിന്ന് ജനങ്ങൾ ഭയപ്പെട്ട് നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗവർണർ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഒരു കത്തയച്ചു. ഈ കത്ത് നോക്കിയ ഉടനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കത്ത് തിരിച്ചയച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കത്ത് നൈൽ നദിയിൽ ഇടുക. അങ്ങനെ ആ കത്ത് നൈൽ നദിയിൽ ഇട്ടപ്പോൾ ഒഴുകാൻ തുടങ്ങി. ജനങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു. കാരണം എല്ലാ വർഷം തോറും ഒരു പെണ്ണിനെ അണിയിച്ചൊരുക്കിയാൽ മാത്രമായിരുന്നു ഒഴുകാൻ തുടങ്ങുന്നത്. ഇല്ലെങ്കിൽ ഒഴുക്കങ്ങനെ നിന്ന് നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാവും. ഇത് കണ്ട് അത്ഭുതപ്പെട്ടു ജനങ്ങൾ. ആ കത്തിലുണ്ടായത് ഇങ്ങനെയായിരുന്നു: മിൻ അബ്ദില്ലാഹി ഉമർ ഇബ്നുൽ ഖത്താബ് അമീറുൽ മുഅ്മിനീൻ ഇലാ നീൽ മിസ്ർ അമ്മാ ബഅദ് ഫഇൻ കുന്തി തജ്രി മിൻ ഖിബലികി ഫലാ തജ്രി വഇൻ കാന അല്ലാഹു യുജ്രീകി ഫസ്അലുല്ലാഹൽ വാഹിദുൽ ഖഹാർ അൻ യുജ്രീകി എന്നായിരുന്നു. ഫഇൻ കുന്തി തജ്രി മിൻ ഖിബലികി ഫലാ തജ്രി, നൈൽ നദിയെ നീ നിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ഒഴുകുന്നതെങ്കിൽ നീ ഒഴുക്ക് നിർത്തുക. അതല്ല, നിന്നെ ഒഴുക്കുന്നത് അള്ളാഹു ആണെങ്കിൽ വാഹിദും ഖഹാറുമായ അള്ളാഹുവിനോട് ഒഴുകാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ഫസ്അലുൽ വാഹിദുൽ ഖഹാറ അൻ യുജ്രീകി, ഞാൻ അള്ളാഹുവിനോട് നിന്നെ ഒഴുകാൻ പറയുന്നു എന്നായിരുന്നു അതിൽ എഴുതിയത്. ഉടനെ ആ കത്ത് ആ നൈൽ നദിയിൽ ഇടേണ്ട താമസം നൈൽ നദി അതാ ഒഴുകാൻ തുടങ്ങി. ആ ഒഴുക്ക് ഇന്ന് വരെയൊക്കെ നിന്നിട്ടില്ല എന്ന അത്ഭുതമാണ്. ഇതാണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ. നോക്കൂ, കറാമത്തിനെ നിഷേധിക്കുന്നവർക്ക് അങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ കിതാബുകളിൽ നിന്ന് നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട യൂസുഫ് വലി, എൻ്റെ പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, ലോകത്ത് നടക്കുന്ന എല്ലാ ഖൈറും ഷർറും സുഖവും ദുഃഖവും രോഗവും സമനവും വിജയവും പരാജയവും ഐശ്വര്യം ദരിദ്രയും എല്ലാം അള്ളാഹു നിന്നാണ്.
ജീവിച്ചിരിക്കുന്നവർക്കോ മരണപ്പെട്ടവർക്കോ ഇതിൽ യാതൊരു അവകാശമില്ല. എന്നാൽ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ മഹാരഥന്മാരുടെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട് ഇടത്തേടി പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു വിരോധമില്ല. അങ്ങനെ ഇടത്തേടി പ്രാർത്ഥിക്കാൻ കാരണം നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാൻ അത് ഏറെ സഹായകമാകുന്നുണ്ട്. ഈ വലിയ എന്ന് പറഞ്ഞാൽ, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ, ഈ വലിയൻ്റെ ബഹുവചനയാണ് ഈ ഔലിയാക്കൾ എന്ന് പറയുന്നത്. മഹത്തുക്കളായ ഔലിയാക്കൾ, നാം ഔലിയാക്കൾ എന്ന് പറയുന്നത് ഇവരാരാണ്? അള്ളാഹുവിന് സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങൾ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവർക്കാണ് ഔലിയാക്കൾ എന്ന് പറയുന്നത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടോ, അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിശ്ചയം ഔലിയാക്കൾ അവർക്കൊരു ഭയമോ ദുഃഖമോ ഇല്ല. ഒരു ഹദീസ് ഇങ്ങനെയാണ്. ഈ ഹദീസ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. ഹദീസിൽ മുത്തായ റസൂൽ പഠിപ്പിക്കുകയാണ്, മൻ ആദാലി വലിയൻ ഫഖദ് ആസൻതുഹു ബിൽ ഹർബ്. ഇത് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസും കൂടിയാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ ആദാലി, എന്നോട് ഒരാൾ ശത്രുത കാണിച്ചു, വലിയുടെ കാര്യത്തിൽ, എന്നാൽ ഫആദൻതുഹു ബിൽ ഹർബ്, അവനോട് ഞാൻ യുദ്ധം കൊണ്ട് പ്രഖ്യാപിക്കുമെന്നാണ്. അപ്പോൾ നോക്കൂ, ഔലിയാക്കൾ ആരാണ് എന്ന് ഒരിക്കലും നാം നിസ്സാരമായി കാണരുത്. അവർ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ്. ഒരു ഹദീസിലുണ്ടിങ്ങനെ, നാം അള്ളാഹുവിനെ അടുക്കുമ്പോൾ നാം ഒരു ചാനടുക്കുമ്പോൾ അള്ളാഹു ഒരു മുഴമടുക്കും. നാം ഒരു മുഴമടുക്കുമ്പോൾ അള്ളാഹു നമ്മളേക്ക് അടുക്കുന്ന ഒരു രംഗം ആ ഹദീസിൽ വിശദീകരിക്കും. അള്ളാഹു ഓടി വരും. പിന്നെ നമ്മുടെ കൈ, കണ്ണ്, കാള് എല്ലാം അള്ളാഹു ആകും. അല്ലേ? അൽ ജബൽ യാ സാരിയ അൽ ജബൽ എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിലിരുന്ന് ഇങ്ങനെ പറയുകയാണ്. സാരിയാണെങ്കിൽ എത്രയോ ദൂരത്താണ് യുദ്ധം ചെയ്യാൻ പോയിട്ടുള്ളത്, അല്ലേ? സ്വഹാബത്ത് അത്ഭുതമായി, അൽ സാരി അൽ ജബൽ, പർവ്വതത്തെ സൂക്ഷിക്കണേ എന്ന് പറയുന്നുണ്ട്. പിന്നിൽ ശത്രുക്കൾ വരുന്നതാണ് ബഹുമാനപ്പെട്ടവർ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നത്. ഇതെങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു? അതിനിക്കാണ് കറാമത്ത് എന്ന് പറയുന്നത്. മഹാന്മാരായ ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന അസാധാരണ സംഭവത്തിന് കറാമത്ത് എന്നും, അമ്പിയാക്കളിൽ നിന്നുണ്ടാകുന്ന മുജിസത്തെന്നും, അള്ളാഹുവിനുണ്ടാകുന്ന കുദ്റത്ത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ചില ആളുകൾ തമാശാക്കറുണ്ട്. കാരണം ഈ ഔലിയാക്കളെ കറാമത്തുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിലൊക്കെ കറാമത്തൊന്നും കാണാറില്ലല്ലേ? ഇപ്പോൾ ഫലസ്തീനിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടുണ്ട് പലയിടങ്ങളിലൊക്കെ. അപ്പോൾ ഈ ഔലിയാക്കൾ ബഗ്ദാദ്, വലി, ഗൗസുൽ ആദം എവിടെയാണ്? കറാമത്തിനേക്കാൾ ഏറ്റവും വലുതാണല്ലോ ഖുദ്റത്ത്. അള്ളാഹു ഇതൊക്കെ കാണുന്നുണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചില തീരുമാനങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ നമുക്കൊന്നും അറിയില്ല. അപ്പോൾ മഹാനായ സുൽത്താൻ യൂസുഫ് വലി, നമുക്കൊക്കെ പരിചയമുള്ള ഒരു ദർഗയും കൂടെയാണ് കുന്താപുര സുൽത്താൻ യൂസുഫ് വലിയുള്ള. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിയാറത്തിൻ്റെ, പ്രിയമുള്ളവരെ, മഹാനവരുടെ അരികിൽ പോയി ഒരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നാം ദുആ ചെയ്താൽ ഒരുപാട് സംഭവങ്ങൾ പറയാറുണ്ട്. ഇപ്പം തന്നെ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയി. ഇനി ഒരുപാട് പറയാൻ പോയാൽ ഒരുപാട് സമയമെടുക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സുൽത്താൻ യൂസുഫ് അലിയുടെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട് നമ്മുടെ സർവ്വ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.